Hello viewers, this is Jairam Gopalakrishnan trying a different style. So ഇതെന്താണെന്ന് ചോദിച്ചാൽ ദ വൺ ആൻഡ് ഓൺലി ബോബി ദിയോൾ ട്രെൻഡ് ഇൻ അനിമൽ അബ്രാർ. സോ എല്ലാവർക്കും വാട്ട് ദ ഫസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നീണ്ട മുടിയുമായി കുതിരപ്പുറത്തെത്തി കടുവയുമായി മൽപ്പിടുത്തം നടത്തിയ മസ്കുലാർ ബോഡിയുള്ള ചെറുപ്പക്കാരൻ. ഇതല്ല RRR ഈ രംഗം വരുന്നതിന് മുൻപ്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പ്രേക്ഷകരുടെ മനസ്സിൽ കയറി കൂടിയ ആ സുന്ദരൻ ഇതാണ്. ബോബി ദിയോൾ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഫാൻസ്, അതായത് ഒരു വലിയ കൾട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയാം, അവർ വിളിച്ചിരുന്ന പേരാണ് ലോർഡ് ബോബി. സോ ലോർഡ് ബോബിയുടെ ആരാധകർ ഞാൻ ഉൾപ്പെടും. സോ ഞങ്ങളെ വിളിക്കുന്ന പേരാണ്, ചെറിയ ഡിസ്ക്ലെയിമർ ആഡ് ചെയ്യാം, ഇറ്റ്സ് കോൾഡ് ബൂബിയൻസ്. യെസ്, ഇതിന് കാരണം അംബാനിയാണ്. അതായത് ജിയോ വന്നതിന് ശേഷം ഇന്ത്യക്കാരുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇൻ്റർനെറ്റ് ഉപയോഗത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷനാണ്. അപ്പോൾ ആ സമയം ഇൻസ്റ്റ, ട്വിറ്റർ, സോ ഇതൊക്കെ വരുന്നതിന് മുൻപേ തന്നെ നിറഞ്ഞു നിന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റെഡിറ്റ്. സോ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോഴും. സോ അത് വേറൊരു കാര്യം. സോ അങ്ങനെ ആരുടെ തലച്ചോറിൽ ഉണ്ടായ ആ ഐഡിയ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ പ്ലാറ്റ്ഫോമിലാണ് ആദ്യമായി ബൂബിയൻസ് എന്ന കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. ഈ ബോബി ദിയോൾ ഫാനറ്റിക്സുകളെയാണ് ബൂബിയൻസ് എന്ന് പറയുന്നത്. സോ വളരെ രസകരമായ ആർട്ടിക്കിൾസ്, ന്യൂസ്, മീംസ്, ട്രോൾസും വീഡിയോസും എല്ലാം ഇതിനെക്കുറിച്ച് ആദ്യം ഇൻ്റർനെറ്റിൽ വരുന്നത് ഇവിടെ നിന്നാണ്. ആദ്യകാലങ്ങളിൽ തമാശ രൂപേണ തുടങ്ങിയ ഒരു സംഭവമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കൾട്ട് കമ്മ്യൂണിറ്റിയായി മാറിയിട്ടുണ്ട് ബൂബിയൻസ്. Never mind, let us rewind back to 1995. ബോബിയുടെ അരങ്ങേറ്റം. രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത ബർസാത്ത് എന്ന സിനിമയിലൂടെ ആയിരുന്നു ആ അരങ്ങേറ്റം. ഗസ് വാട്ട്, ദിസ് മൂവി വാസ് എ സൂപ്പർ ഹിറ്റ്. അതിലെ 2 പാട്ടുകളുണ്ടല്ലോ, തേരി യാദോं पे मरता हूँ, लव तुझे लव मैं करता हूँ. പിന്നീട് हमको सिर्फ तुमसे प्यार है, हमको सिर्फ तुमसे प्यार है. സോറി, കുറച്ച് നേരം ഞാൻ ക്യാരക്ടറിലായി പോയി. സോ ഈ പാട്ടുകൾ കേട്ട് കുളിര് കോരാത്ത ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാനൊന്ന് ഓർത്തു പോയതാണ്. ഇതിന് ശേഷം വന്നതാണ് ഗുപ്ത് 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 ആരി ഗുപ്ത് ഗുപ്ത്. ദുനിയാ ഹസീനോ കാ മേലാ, മേലേ മേ ദിൽ അകേലാ. ഓൾ ടൈം ഫേവറേറ്റ് ഫോർ മെനി ഫാൻസ് ഔട്ട് ദെയർ. പിന്നീട് സോൾജർ വന്നു. सोल्जर सोल्जर मीठी बातें बोलकर दिल तेरा उड़ा ले गया. ഇത്ര മനോഹരമായ ഡെബ്യൂ തുടക്കം സ്വപ്നം കാണാൻ എത്ര ആർട്ടിസ്റ്റുകൾക്ക് സാധിക്കും. സോ പലരുടെയും ഹാർട്ട് ത്രോബായി മാറിയ ആ സുന്ദരൻ പക്ഷെ പിന്നീട് അജ്നബി, ഹംറാസ് എന്നീ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. കാരണം ക്രിട്ടിക്സൊക്കെ വളരെ റോബോട്ടിക്കായ ആക്ടിങ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ വിധി എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ അഭിനയിച്ച ചിത്രങ്ങളിലെ ക്രെഡിറ്റും സഹതാരങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. സോ അങ്ങനെ 2002 ശേഷം സംഭവിച്ചത് ഫാൻസിനെ പോലും നിരാശരാക്കുന്ന ഒരു അപ്രതീക്ഷിത പതനം തന്നെയായിരുന്നു. ബോബി ദിയോളിന് ഈ കാലയളവിൽ ഒന്നിന് പുറകെ ഒന്നായി ഫ്ലോപ്പുകൾ മാത്രം നടന്ന സമയം ഏകദേശം 20 പരാജയ ചിത്രങ്ങൾ എണ്ണിയെടുക്കാൻ സാധിക്കും ഈ കാലയളവിൽ.
സോ ലിസ്റ്റ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതി കാണിക്കാം. സോ അപ്നെ, അതേപോലെ യംല പഗ്ല ദിവാന, ഈ 2 ചിത്രങ്ങൾ മാത്രമാണ് ആ സമയം കുറച്ച് ആശ്വാസ വിജയങ്ങൾ ആയി മാറിയത്. ഈ 2 ചിത്രങ്ങളും ഹോം പ്രൊഡക്ഷനാണ്. അതുമാത്രമല്ല ധർമ്മേന്ദ്ര, സണ്ണി ദിയോൾ, ബോബി ദിയോൾ, ഇവർ 3 പേരും അഭിനയിച്ച ചിത്രങ്ങളാണ് ഈ 2. സോ കുറച്ച് വിഷമമുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയം, ഈ ഒരു കാലയളവിൽ ബോബി ദിയോൾ ഡിപ്രഷനിലേക്ക് പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2016 ഒരു പുതിയ അവതാര പിറവിയുമായി അദ്ദേഹം തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ പണി പാളിപ്പോയി. ഡൽഹിയിലെ ഒരു നൈറ്റ് ക്ലബ് പാർട്ടിയിൽ DJ ആയി ബോബി ദിയോൾ എത്തി. ഗുപ്ത സിനിമയിലെ ഗാനങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചാണ് പ്ലേ ചെയ്തതെന്നും അതുകൊണ്ട് കാശ് റീഫണ്ട് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് നൈറ്റ് ക്ലബ് പാർട്ടിക്ക് വന്നവർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആകെ മൊത്തം വിഷയമായി, സീൻ കോൺട്രയായി. അവസാനം DJ ബോബി എന്ന വിളിപ്പേര് വീണതും ആ ഇൻസിഡൻറ്റിന് ശേഷമാണ്. പിന്നീട് സിനിമയിലേക്ക് പോസ്റ്റർ ബോയ്സ്, യംല പഗ്ല ദിവാന, വൺസ് അഗൈൻ, ഈ 2 സിനിമകളിലൂടെ തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും 2 സിനിമകളും ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പുകളായി മാറി. അവസാനം റേസ് 3 സൽമാൻ ഖാൻ്റെ കൂടെ വന്നപ്പോഴാണ് വീണ്ടും പ്രേക്ഷകരൊന്നും ശ്രദ്ധിച്ചത്. കാരണം നല്ല ആപ്സൊക്കെ വെച്ച് നല്ല ഫിറ്റ് ബോബി ദിയോളായിരുന്നു. അതിനുശേഷം അക്ഷയ് കുമാറിൻ്റെ കൂടെ വന്ന ഹൗസ്ഫുൾ 4 വൻ വിജയമായിരുന്നു. പിന്നീട് കോവിഡ് വന്ന സമയം OTTയിൽ റിലീസായ ക്ലാസ് ഓഫ് 83 എന്ന നെറ്റ്ഫ്ലിക്സ് സിനിമയും അതുപോലെ MX ഒറിജിനലിൽ വന്ന ആശ്രം എന്ന സീരീസും, ഇവയിലൂടെ ബോബി എന്ന പെർഫോമർ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അതായത് വീണ്ടും ഒരു ചർച്ചയായി മാറി ബോബി ദിയോൾ നെറ്റിസൻസിനിടയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫൈനലി 2023 അനിമലിലെ അബ്രാർ എന്ന ക്യാരക്ടർ ബോബിക്ക് ഒരു പുതു ജീവൻ നൽകിയിരിക്കുകയാണ്. ദാറ്റ് ഇൻട്രോ സീക്വൻസ്, നോ ചാൻസ്, ജമൽ ജമാലക് ജമലു ജമലു കുടു. ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.